നീ കറുത്ത ഡ്രസ് ഇട്ടുണ്ട് അങ്ങോട്ട്. ആ സൺഗ്ലാസ് ഒന്ന് മാറ്റി വെക്കും, എന്നിട്ട് നമുക്ക് കറുത്ത ഡ്രസ്സാണല്ലോ. ഹാപ്പി ഒക്കെ ഉണ്ട്, ഒരു കാരണമുണ്ട്. നമ്മുടെ ദിയക്കില്ലേ MBBS അഡ്മിഷൻ കിട്ടി. അത് എവിടെയെന്നറിയാവോ? അമേരിക്കയില്. സ്കോളർഷിപ്പ് ഉണ്ട്, മൈഗ്രേഷൻ അവിടെ തന്നെ ഓക്കെയാണ്. എങ്ങനെയുണ്ട്? കാശുള്ളവർക്ക് എന്തോ ആവാലോ. എന്റെ ഡാഡിയുടെ കയ്യിൽ പൂത്ത കാശാണ്. നമ്മളെ വല്ല ബിസിനസ് വല്ലതും ചെയ്യാൻ ചോദിച്ചാൽ മാത്രം പുള്ളിയില്ല. അത്ര വലിയ കാശൊന്നും ആയില്ല. നമ്മുടെ കേരളത്തിൽ മെഡിസിൻ സീറ്റ് എടുക്കുന്ന ആ ഒരു എമൗണ്ട് ഒക്കെ തന്നെ ആയിട്ടുള്ളൂ. പിന്നെ ആർക്ക് പേടി? നീങ്ങോട്ടോടാ, എന്താണ് പരിപാടി? ഇവനെ എനിക്കിന്ന് കാര്യമായിട്ട് ഉപദേശിച്ചു. നിങ്ങൾ ഉപദേശിക്കാൻ ഞാൻ അവിടെ നിന്ന് കൂടെ തള്ളിയിട്ടാണ്. ചേച്ചിയുടെ ഉച്ചി ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഈ കോലത്തില. ഡിഗ്രിയല്ലേ, ഡിഗ്രി പഠിച്ച് ഇവിടെ ജോലിയിട്ട് ഈ കോലൊക്കെ ധാരാളം. ഡിഗ്രി എന്ന് പറഞ്ഞപ്പോ നിനക്ക് പുച്ഛല്ലാന്ന് ഇപ്പൊ ഇവിടെ ആർക്കും വേണ്ടല്ലോ. ഇവിടെ നിനക്ക് ഫാമിലി ആയിട്ട് ഫോറിൻ കൺട്രീസിലൊക്കെ പോയി സെറ്റിൽ ആവാൻ താല്പര്യമുണ്ടോ? ഞങ്ങളൊന്ന് പോയാണ്. IELTS ഒക്കെ എന്നെ കൊണ്ടുവന്നു. ഇവിടെ IELTS വെറും 4.5 മതി സ്കോർ. അഥവാ ഇയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതും അവര് സെറ്റിൽ ചെയ്ത് തരും. ഇത് കണ്ണട അറിയോ? എടാ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. അതായത് +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് ഡിപ്ലോമ കോഴ്സിന് വേണ്ടിയിട്ട് ലോകത്തിലെ പല രാജ്യങ്ങളിലായിട്ട് വളരെ കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ഏതാണ്? എനിക്കങ്ങനെ നിങ്ങളല്ലേ പറയട്ടെ. PR ഗ്ലോബൽ ഇമിഗ്രേഷൻ സർവീസ്. എന്നാലേ അവിടെ ഡിപ്ലോമ കോഴ്സസ് മാത്രമല്ല അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ വർക്ക് ഉൾപ്പെടെ ജോബ് ഓപ്പർച്യൂണിറ്റി വരെ അവർ തന്നെ നമുക്ക് കണ്ടുപിടിച്ച് തരുന്നത്. അതറിയോ? പിന്നെ BA മെഡിസിന്റെ അഡ്മിഷൻ ആരാ എടുത്തു തന്നത്? PR ഗ്ലോബൽ ഇമിഗ്രേഷൻ സർവീസ്. അപ്പൊ ശരിയാണോ? പോയിട്ട് വരാം. ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ എത്ര സ്ഥിതിക്ക് PR ഗ്ലോബൽ നോക്കിയോളൂ. ഓ അപ്പം ഭാവി സെറ്റിൽ ആക്കാൻ തീരുമാനിച്ചു. ശരിയാണോ? കാണാം ചേച്ചി. ഓക്കേടാ, എന്റെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ അവന് നാട് കടത്തിയാൽ എന്താ, ആ പയ്യന്റെ ഫ്യൂച്ചർ സെറ്റ് ആയല്ലോ.